എന്താ ഇത്? ഈ കൊച്ചിന്റെ ഒരു കാര്യം, നീ അത് വാങ്ങിച്ച് എവിടെയെങ്കിലും വെക്ക്. കളിക്കാൻ കണ്ട ഒരു സാധനം. ദേവു, നിനക്ക് അടുത്ത ആഴ്ച എക്സാം അല്ലേ? പഠിക്കാനൊന്നുമില്ലേ? നീ അതെന്റെ റൂമിൽ കൊണ്ടുവച്ചേ. അശ്വതി, ആനോ ഇന്ന് സ്കൂളിൽ വരുന്നില്ലേ? ഇല്ല, അവൾക്ക് മെൻസസ് ആയി. എല്ലാ മാസവും അതായി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് നല്ല പെയിൻ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ തന്നെയാ പറഞ്ഞു ഇന്ന് സ്കൂളിൽ പോണ്ടെന്ന്. അതേതായാലും നന്നായി. ഈ സമയത്തൊക്കെ ഒരു ദിവസമെങ്കിലും നല്ല റെസ്റ്റ് വേണം. എടി, എനിക്കൊരു ഡൗട്ട്. നിനക്ക് മെൻസസ് എന്താന്നറിയാമോ? മെൻസസാ? മെന്നെന്ന് വെച്ചാ ആണുങ്ങള്. മെൻസസ് എന്ന് വെച്ചാ കൊറേ ആണുങ്ങളല്ലേ? ഓടി വണ്ടി, അതൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ചേച്ചിമാർക്ക് വരുന്ന വലിയെന്തോ അസുഖാന്നോ. അസുഖോ? ആ, നമ്മുടെ അനുചേച്ചി സ്കൂളിൽ വരാത്തോണ്ട് അമ്മ ചോദിച്ചപ്പം മെൻസസ് ആയതുകൊണ്ട് വരാത്തേന്നാ ആന്റി പറഞ്ഞത്. അത് വന്നാ പിന്നെ എണീക്കാനേ പറ്റൂലെന്ന്. അപ്പൊ ഇതെല്ലാവർക്കും വരുമോ? ആവോ, എനിക്കറിയില്ല. പക്ഷെ എല്ലാ മാസവും വരുന്ന എനിക്ക് തോന്നുന്നു. ഓ, അപ്പൊ ഇതെന്തോ വലിയ അസുഖമാണല്ലോ. അപ്പൊ ഈ അസുഖം വന്നാ മരിച്ചോ? അതിന് സാധ്യത കുറവാ. അനുചേച്ചിക്ക് ഇത് എല്ലാ മാസം വരുന്നതല്ലേ. അങ്ങനെ നോക്കി അനുചേച്ചി ഇതിനു മുമ്പ് തട്ടിപ്പോണ്ടല്ലേ. ഓ, അവളുടെ ഒരു കോമഡി. എനിക്ക് വേറൊരു ഡൗട്ട്. ഉഫ്, ഇനിയും ഡൗട്ടാ? ഇന്ന് ഞാൻ എന്റെ അമ്മയുടെ ഡ്രോറില് ഒരു ബ്രെഡ് പോലത്തെ സാധനം കണ്ടു. അതെന്താന്ന് പോയി ചോദിച്ചപ്പം അമ്മമ്മ എന്നെ കൊറേ വഴക്ക് പറഞ്ഞു. ഓ, എനിക്ക് മനസ്സിലായി. ഇത് മറ്റേ സാധനമാ. എന്ത്? ഈ ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ബ്ലൂ കളർ വെള്ളം ഒരിക്കുമ്പോ അത് ഫുള്ളും ഒബ്സർവ് ആവുന്നേ. എനിക്ക് തോന്നുന്നത് ഇതെന്തോ തറ അടിക്കുന്ന സാധനമാണെന്ന്. പിന്നെ ഇത്രയും ചെറിയ സാധനം വെച്ചല്ലേ തറ അടയ്ക്കുന്നേ? അല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചേച്ചി വന്ന് ഡാൻസ് കളിക്കുന്ന കാണിക്കൂലേ, അതെന്തിനാ? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഇതെന്തായാലും ഇനി നിന്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നിന്റെ അമ്മയുടെ അടുത്ത് മെൻസസ് എന്തോന്ന് പോയി ചോദിക്ക. നിന്റെ ഒരു ഡൗട്ടെങ്കിലും മാറുമല്ലോ. അത് ശരിയാ. അമ്മ, എന്നാ ഈ മെൻസസ്? ഈ പെണ്ണിന്റെ ഒരു വർത്താനം കണ്ടില്ലേ? എടി, നിന്റെ മോൾ എന്തൊക്കെയാ പഠിച്ചു വെച്ചിരിക്കുന്നേ? ഇതൊന്നും അറിയാനുള്ള പ്രായം നിനക്കായില്ല. സമയാകുമ്പോഴേ ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ എല്ലാരും ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് ആൻസർ എഴുതണം. ഓക്കെ? ടീച്ചർ. എന്തോ ദേവു, ഡൗട്ടാണോ? അല്ല ടീച്ചർ, വെള്ളം. കുടിച്ചോ. എന്തോ ദേവു, വയ്യേ? ഒന്നുമില്ല ടീച്ചർ.
മോക്ക് എന്താ പറ്റി? ഭയങ്കരമായ വേറെ ടീച്ചർ, സഹിക്കാൻ പറ്റുന്നില്ല. മോള് കരയാതിരിക്കെ, ഇങ്ങ വാ. ദൈവം ഇത് കഴിക്ക്. മോള് പേടിക്കണ്ട കേട്ടോ. ഇത് എല്ലാ പെൺകുട്ടികൾക്കും വരുന്ന തന്നെയാ. ഈ ടീച്ചറിനും വന്നിട്ടുണ്ട്. മോള് ഈ മെൻസസ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? അത് വലിയ ചേച്ചിമാർക്ക് വരുന്ന അസുഖല്ലേ? മോളോട് ആരാ ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞേ? ആരും പറഞ്ഞതല്ലോ. ദൈവം ആള് കൊള്ളാലോ. ഈ മെൻസസ് എന്ന് പറഞ്ഞാ മോള് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. മോളെ പോലെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഒരു 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായത്തിനിടയ്ക്ക് വരുന്നതാ ഈ മെൻസസ്. അത് വന്നു കഴിയുമ്പോ മോള് ഈ യൂറിൻ പാസ് ചെയ്യത്തില്ലേ, അതുപോലെ എല്ലാ മാസവും മോളുടെ പ്രൈവറ്റ് പാർട്ടിലൂടെ കുറച്ച് ബ്ലഡ് പുറത്തു പോകും. ബ്ലഡോ? ബ്ലഡ് എന്ന് വെക്കുമ്പോ മോള് പേടിക്കുന്ന വേണ്ട. ഇത് വന്നു കഴിയുമ്പോ ഒരു 4-5 ദിവസത്തേക്ക് കുറച്ച് ബ്ലഡ് പോകും. മോളിത് കണ്ടോ? എവർടീൻ, ഇതെന്റെ അമ്മയുടെ കയ്യിലുണ്ടല്ലോ. ആ, ഇതാണ് സാനിറ്ററി പാഡ്. ഞാൻ പറഞ്ഞ ഈ ബ്ലഡ് ഇല്ലേ, എല്ലാ മാസവും വരുന്ന ആ ബ്ലഡിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിട്ടാ ഇത് യൂസ് ചെയ്യണം. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ദൈവം നോക്കിക്കേ. മോളിത് കണ്ടോ? മോളുടെ ഈ പാൻറ്റീസ് ഇല്ലേ, ആ പാൻറ്റീസില് ഈ വീഡിയോ കാണുന്ന പോലെ ഈ പാഡ് ഒട്ടിച്ചു വെക്കണം. അപ്പൊ ഈ വരുന്ന ബ്ലഡൊക്കെ ഈ പാഡ് അബ്സോർബ് ചെയ്യും. ഓക്കെ? ഓക്കെ. ഇനി മോള് ബാത്റൂമിൽ പോകുമ്പോ ടീച്ചർ പറഞ്ഞ പോലെ ബ്ലഡ് കണ്ടാ മോള് പേടിക്കോ? ഇല്ല ടീച്ചർ. ടീച്ചർ, എനിക്കൊരു ഡൗട്ട്. ഈ ദേവുന് എപ്പോഴും ഡൗട്ടാണല്ലോ. ചോദിച്ചോ. ഈ മെൻസസ് ആയപ്പം അനുചേച്ചി എന്താ സ്കൂളിൽ വരാഞ്ഞേ? ദേവ് എന്തിനാ എക്സാം ടൈമിൽ വല്ലാണ്ടിരുന്നേ? അതെനിക്ക് വയറുവേദനയായിരുന്നു. അതുപോലെ എല്ലാ മാസവും മെൻസസ് ആവുമ്പോ ഇതുപോലെ വയറുവേദനയോ നടുവേദനയോ ഒക്കെ വരും. പിന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറച്ചൊക്കെ ബ്ലഡ് പോകുന്നല്ലേ. അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് കറക്റ്റ് ആയിട്ട് റെസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാ അനുചേച്ചി ഫസ്റ്റ് ഡേ സ്കൂളിൽ വരാണ്ടിരുന്നേ. ടീച്ചർ, എനിക്ക് ഒരു ഡൗട്ടും കൂടി. ഈ 5 ദിവസം ഈ ഒരു പാഡ് വെച്ചാ മതിയോ? അയ്യോ, അത് പറ്റില്ല. ഈ സമയത്ത് മറ്റുള്ള ഡേയ്സിനെക്കാളും കെയർ ആയിട്ടും ഹൈജീനിക് ആയിട്ടും ഇരിക്കണം. അതുകൊണ്ട് ഓരോ 4 മണിക്കൂർ കൂടുമ്പോഴും ഈ പാഡ് ചേഞ്ച് ചെയ്യണം. പിന്നെ ബാത്റൂമിൽ പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്യാൻ വേണം. കേട്ടോ? ഇനി ദേവുന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ടീച്ചർ. ആ ടീച്ചറെ, ദേവു റൂമിൽ പോയി ഫ്രഷ് ആയിക്കോ. എന്തു പറ്റി ടീച്ചറെ? ഞാൻ പറയാം, മാം ഇരിക്ക്. അന്ന് മോള് മെൻസസിനെ പറ്റി ചോദിച്ചപ്പോൾ മാം അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ എന്റെ സഹായം ഇല്ലാതെ തന്നെ അവക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ പാരൻസ് അത് അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം കുട്ടികൾക്ക് ഇതൊക്കെ പഠിക്കാനുള്ള തന്നെ 8ാം ക്ലാസ്സിലാവുമ്പോഴാ. പിന്നെ അതൊന്നും പല ടീച്ചേഴ്സും പറഞ്ഞു കൊടുക്കാറ് പോലും ഇല്ല. ശരിക്കും സെക്സ് എഡ്യൂക്കേഷൻ ആദ്യം കിട്ടേണ്ടത് വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെയാ. ആണായാലും പെണ്ണായാലും നമ്മുടെ കുട്ടികൾ ഇതൊക്കെ അറിഞ്ഞു തന്നെ വളരണം.
നമ്മുടെ കാലത്ത് വയസ്സറിയിക്കുന്ന ചടങ്ങെന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ എല്ലാരെയും വിളിച്ച് ഒരു ഓഡിറ്റോറിയത്തിൽ നടത്താൻ. നമ്മള് പറഞ്ഞ ആര് കേക്കാൻ? ആ അത് ശരിയാ. ദേവു അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരിക്കേണ്ട സമയത്ത് ഓടി കളിക്കുന്ന നീ പോയി നിന്റെ റൂമിൽ ഇരി. നീ ദേവിന്റെ അടുത്ത് അകത്ത് പോയി ഇരിക്കാൻ പറ. ആളുകളെ കൊണ്ട് അത് ഇത് പറയിപ്പിക്കാം. ഇന്നത്തെ കാലത്ത് പിള്ളേരെ കൊണ്ട് തോറ്റു. നമ്മളൊക്കെ ഈ സമയത്ത് മുറിയുടെ പുറത്തു പോലും ഇറങ്ങാറില്ല. ദേവു മോള് നിക്ക്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ദേവുവിന്റെ പ്രായമുള്ളപ്പോഴും അമ്മ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അടുക്കളയിൽ കയറരുത് എന്നൊക്കെ പറയുമ്പോഴും ഒരിക്കൽ പോലും അമ്മ അതിന്റെ കാരണം എന്താന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അമ്മ ഈ സമയത്തും അവളോട് ഓടിക്കളിക്കരുത് റൂമിൽ കയറി ഇരിക്കാനൊക്കെ പറയുമ്പോ അത് നല്ല റെസ്റ്റ് കിട്ടാനാന്നും കൂടി അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ദേവു വിചാരിക്കും പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഓരോ പെൺകുട്ടികളുടെ കളിയും ചിരിയും ഉത്സാഹമൊക്കെ നശിക്കുന്നത് തന്നെ ഇതുപോലത്തെ ഉപദേശങ്ങൾ കാരണം. അമ്മ എനിക്ക് ആദ്യമായിട്ട് മെൻസസ് വരുന്നത് വരെ ആ വാക്കിന്റെ അർത്ഥം എന്താന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. കാരണം എനിക്കാരും അത് പറഞ്ഞു തന്നിട്ടില്ല. ഈ പ്രായത്തില് ഓരോ കുട്ടിക്കും ഉണ്ടാവുന്ന സംശയം തന്നെയാ ദേവുവിനും ഉണ്ടായത്. അവൾ അന്ന് അത് ചോദിച്ചപ്പം വഴക്ക് പറയുന്നതിന് പകരം നമ്മൾ അത് പറഞ്ഞു കൊടുക്കണമായിരുന്നു. അമ്മ ഇതൊന്നും മറച്ചു വെക്കേണ്ട കാര്യങ്ങളല്ല. ഓരോ കുട്ടിയും ഇതൊക്കെ അറിഞ്ഞു തന്നെ വളരണം. ദേവു ദേവു മോളിതൊന്നും കാര്യാക്കണ്ട കേട്ടോ. പീരിയഡ്സിനെ നോർമലായിട്ട് കരുതിയാൽ മതി. എന്തുറ്റി? എന്താന്നറിയില്ല, ഭയങ്കര വയറുവേദന. നീ പേടിക്കണ്ട, ഇതിപ്പോ ഓക്കെയാ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, നീ എന്റെ കൂടെ വാ. ദേവുവിനിപ്പോ പീരിയഡ്സിനെ പറ്റി എല്ലാം അറിയാം അല്ലേ? അപ്പൊ ദേവു മാത്രമല്ലല്ലോ, എല്ലാ കുട്ടികളും ഇത് അറിഞ്ഞിരിക്കണ്ടേ? എല്ലാരും ഇത് അറിയാൻ വേണ്ടി തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പീരിയഡ്സിനെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.